വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പ്രൈസ് ദി ലോർഡ്. മുംബൈ താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ഈ ദിവസം കർത്താവിൻ്റെ അനുഗ്രഹങ്ങളുടെ സമൃദ്ധി നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ. പ്രത്യേകിച്ച് ഈ വചന ശുശ്രൂഷയിലൂടെ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് നമുക്ക് തരുന്ന സന്ദേശം സങ്കീർത്തനം 23-ന്റെ 4-ാമത്തെ തിരുവചനം. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടന്നു പോകുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ, അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. സ്നേഹമുള്ളവരെ, 23-ാം സങ്കീർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇടയനും ആടുകളുമായിട്ടുള്ള ബന്ധത്തിലൂടെ ദാവീദ് രാജാവ് വളരെ മനോഹരമായിട്ട് യേശു അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഇടയൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചാണ് നമുക്കവിടെ വായിക്കാൻ സാധിക്കുക. ഇവിടെ ഇടയനും ആടും തമ്മിലുള്ള ബന്ധം വളരെ അഭേദ്യവും ആഴമുള്ളതുമായ ഒരു ബന്ധമാണ്. ഇടയൻ ആടുകളെ പുൽമേടുകളിലൂടെ മേച്ചു കൊണ്ടുപോകുമ്പോൾ ആ ഇടയനും ആടും തമ്മിൽ ഉണ്ടാകുന്ന ബന്ധങ്ങളുടെ ചില പ്രത്യേകതകൾ അത് നമുക്ക് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവ് ഈ തിരുവചനങ്ങളിലൂടെ ഏറെ ആത്മീയ സത്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ ഈ വചനം നമുക്ക് വലിയ പ്രതീക്ഷയും പ്രത്യാശയും അതോടൊപ്പം നമുക്കൊത്തിരിയേറെ ഉൾക്കാഴ്ചകളും നൽകുന്നതാണ്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരകളിലൂടെ, അപകടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവ് കൂടെയുണ്ടെങ്കിൽ ഞാൻ ഭയപ്പെടുകയില്ല. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര എന്ന് പറയുന്ന ഈ താഴ്വരകളിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഇടയനും ആടും തമ്മിൽ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രത്യേകതകൾ. ഇവിടെ ഈ താഴ്വര എന്നുദ്ദേശിക്കുന്ന ഒരു പക്ഷേ ഒരു സ്ഥലത്ത് പുൽമേടുകളിലൂടെ നടന്ന്, കുന്നിൻപുറങ്ങളിലൂടെ നടന്ന് ആവശ്യത്തിന് പുല്ലൊക്കെ തിന്നു കഴിയുമ്പോൾ, ആ പ്രദേശത്തെ പുല്ലൊക്കെ തീർന്നു കഴിയുമ്പോൾ ഈ ആടുകൾക്ക് അടുത്ത കുന്നിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടുത്ത കുന്നിലേക്ക് പോകുന്നതിനിടയിൽ അവിടെ ഒരു താഴ്വരയുണ്ട്. ആ താഴ്വരത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ചില അനുഭവങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, ഈ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര എന്ന് പറയുന്നത് ഒരു പുതിയ മേച്ചിൽ സ്ഥലം തേടിയുള്ള യാത്രയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സഹനത്തിലൂടെ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടാണ് ഒരു പുതിയ മേച്ചിൽ സ്ഥലത്തിലേക്ക് കടന്നു പോകുന്നത്. അതിനുള്ള ഒരു വഴിയാണ് ഈ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ചില പുതിയ മേച്ചിൽപ്പുറങ്ങളിലെത്തുന്നത്, അല്ലെങ്കിൽ പുതിയ ചില അറിവുകളിലെത്തുന്നത്, പുതിയ അഭിഷേകത്തിലേക്ക് കടന്നു വരുന്നത്, അല്ലെങ്കിൽ ഉന്നതമായ അഭിഷേകത്തിലേക്ക് കടന്നു വരുന്നത് ചില സഹനങ്ങളിലൂടെ, ചില തകർച്ചകളിലൂടെ, പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 14-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇസ്രായേൽ ജനം ചെങ്കടലിന് മുമ്പിൽ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുക. ഒരു വശത്ത് ചെങ്കടലാണ്, മറുവശത്ത് അവരെ നശിപ്പിക്കാനുള്ള ഈജിപ്തിൻ്റെ സൈന്യമാണ്. അവർ എന്തു ചെയ്യണമെന്നറിയാതെ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ സർവശക്തനായ ദൈവം അവിടെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് കടലിനെ വിഭജിക്കാനും ഈ മക്കളെ സംരക്ഷിക്കാനും രക്ഷിക്കാനും ശത്രുക്കളെ നിഹനിക്കാനും സാധിക്കും. അത് അനായാസമായ ഒരു പ്രവൃത്തിയാണെന്ന് ദൈവം ആ നിമിഷങ്ങളിൽ ഇസ്രായേൽക്കാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ചില പ്രതിസന്ധികളിലൂടെ, ചില തകർച്ചകളിലൂടെ, അല്ലെങ്കിൽ ഈ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ്
ജീവിതത്തിൽ പുതിയ പുതിയ ആത്മീയ സത്യങ്ങൾ, വലിയ സത്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാനിട വരുന്നത്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം വായിക്കുമ്പോഴും അവിടെ നമുക്ക് 23 മുതൽ തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയും ശിഷ്യന്മാരും കടലിലൂടെ യാത്ര ചെയ്യുകയാണ്. അവർ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ കൊടുങ്കാറ്റുണ്ടാകുന്നു, വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. ഈശോയുടെ ശിഷ്യന്മാരെല്ലാവരും കരുതി തങ്ങൾ നശിച്ചു പോകുവാനിടയുണ്ട്. കാരണം അത്രയും വലുതാണ് ഈ കൊടുങ്കാറ്റ്, അത്രയും വലുതാണ് കടലിലെ പ്രശ്നങ്ങൾ. പക്ഷേ അവർ യേശുവിനെ വിളിച്ചുണർത്തുകയും യേശു കടലിനെ ശാന്തമാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയൊരു സത്യം മനസ്സിലായി. ഈ പ്രതിസന്ധിയിലൂടെ, ഈ ആകാംക്ഷകളിലൂടെ ഒക്കെ കടന്നുപോയെങ്കിലും അതിനുശേഷം അവർ പഠിച്ച വലിയൊരു പാഠമുണ്ട്. പ്രകൃതി ശക്തികൾ പോലും ഈ കർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. പ്രകൃതി ശക്തികളുടെ മേലും തിന്മയുടെ ശക്തികളുടെ മേലും യേശുവിനുള്ള അധികാരം അവർ കൂടുതലായിട്ട് തിരിച്ചറിയുകയായിരുന്നു. അപ്പോൾ അവർ അതിശയിക്കുകയാണ്. കടലിനെ ശാന്തമാക്കുന്ന, തിരമാലകളെ ശാന്തമാക്കുന്ന യേശുവിനെ കണ്ട് ആ യേശുവിൻ്റെ ശക്തി അനുഭവിച്ചറിയാനും യേശുവിൻ്റെ ശക്തിക്ക് കീഴിൽ എല്ലാ മേഖലകളും കീഴടങ്ങുന്നതും അവർ കണ്ട് യേശുവിൻ്റെ ശക്തി കൂടുതൽ തിരിച്ചറിയാൻ അവർക്ക് ഇടവരിക. സ്നേഹമുള്ളവരെ, ആ പ്രതിസന്ധിയും ആ കൊടുങ്കാറ്റും ആ അലച്ചിലും ആ ഭയവും ആ പേടിയും എല്ലാം വലിയൊരു അറിവിലേക്ക്, ഒരു പുതിയ മേച്ചൽ സ്ഥലത്തിലേക്കാണ് അവരെ കൊണ്ടുപോയത്. ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ചില തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരകളിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ അത് പുതിയൊരു മേച്ചിൽ സ്ഥലത്തിലേക്കുള്ളൊരു യാത്രയാണ്. പുതിയ മേച്ചിൽ സ്ഥലം കണ്ടെത്തുവാൻ കർത്താവ് നമ്മളെ നയിക്കുന്നതാണ്. ഒരിക്കൽ ഒരു കുടുംബം എൻ്റെ അടുത്ത് വന്ന് പങ്കുവെച്ച ഒരു സംഭവം ഇങ്ങനെയായിരുന്നു. അവർക്ക് ഒരു ഷോപ്പുണ്ടായിരുന്നു, ഒരു കട, ഒരു ബിസിനസ്സായിട്ട് അങ്ങനെ പോവുകയാണ്. പക്ഷേ ഏതാനും നാളുകൾ കഴിഞ്ഞ് ആ ബിസിനസ്സിൽ വലിയ തകർച്ച വന്നു. അവർക്ക് ഒരു നിവൃത്തിയുമില്ലാത്ത അവസ്ഥ വന്നു. അങ്ങനെ അവർ എന്ത് ചെയ്യണമെന്നറിയില്ല. കുറേ കടങ്ങളുണ്ട്, കുറേ പ്രതിസന്ധികളുണ്ട്. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ അവർക്ക് ഒരു ആത്മീയമായിട്ട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു ഉപദേശകനെ കിട്ടി. അദ്ദേഹം ഇവരോട് പറഞ്ഞു, അദ്ദേഹം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും നാൾ ബിസിനസ്സൊക്കെ ചെയ്തല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ദശാംശം ദൈവത്തിന് കൊടുത്തു എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ കൊടുക്കാറില്ല, ഞങ്ങൾ ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ വന്ന ആ പ്രാർത്ഥന ചെയ്യുന്ന സഹോദരൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇപ്പോൾ നിങ്ങൾ വലിയ നഷ്ടത്തിലാണ് പോകുന്നത്, കടത്തിലൂടെയാണ് പോകുക, എങ്കിൽ പോലും നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയൊരു പാത്രം എടുത്തു വെച്ച് അതിലേക്ക് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ദശാംശം അതിൽ നിക്ഷേപിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ അത് പറഞ്ഞ് അദ്ദേഹം ചില ഉപദേശങ്ങളൊക്കെ നൽകി അവരുടെ ഭവനത്തിൽ നിന്ന് പോയി. പിന്നീട് കുടുംബം പറയുകയായിരുന്നു, ആദ്യ ദിവസങ്ങളിലൊക്കെ ഇവർക്ക് വലിയ അസ്വസ്ഥതയായിരുന്നു. കിട്ടിയ തുകയുടെ ദശാംശം ഇങ്ങനെ നേർച്ചയായിട്ടിടുക, അല്ലെങ്കിൽ ദശാംശമായിട്ട് മാറ്റിവെക്കുക എന്നുള്ള വലിയ അസ്വസ്ഥയായിരുന്നു. അത്രയും രൂപ അങ്ങനെ കയ്യിൽ നിന്ന് മാറുമ്പോൾ മറുവശത്ത് കടബാധ്യതയുണ്ട്. അവർക്ക് വലിയ അസ്വസ്ഥതയായിരുന്നു. എങ്കിലും അവർ ആ ആത്മീയ പിതാവിൻ്റെ ഉപദേശം സ്വീകരിച്ചു. അവർ എല്ലാ ദിവസവും അവരുടെ ബിസിനസ്സിൽ അവർക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ദശാംശം ആ പാത്രത്തിലിടാൻ തുടങ്ങി. അങ്ങനെ ഒരു മാസം കഴിഞ്ഞില്ല, അവരുടെ ആ ബിസിനസ്സിലും ജീവിതത്തിലും വലിയ വ്യത്യാസം കടന്നു വരാൻ തുടങ്ങി. അവർ എന്നോട് പറയുകയായിരുന്നു, അച്ഛാ, എവിടെ നിന്നൊക്കെയോ ഞങ്ങൾക്ക് പുതിയ ഓർഡറുകൾ വന്നു, ഞങ്ങളുടെ ബിസിനസ്സിൽ വലിയ വളർച്ചകളുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് പണം കൂടുതൽ കിട്ടാൻ തുടങ്ങിയപ്പോൾ ചിലർക്കൊക്കെ അസ്വസ്ഥതകളുണ്ടായിരുന്നു ഇത്രയും ദശാംശം മാറ്റിവെക്കുന്നതിൽ. പക്ഷേ ഞങ്ങൾ ദൈവത്തോട് വിശ്വസ്ത പുലർത്തി. അങ്ങനെ ദശാംശം ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചു. അച്ഛനറിയാവോ, ഞങ്ങളുടെ ബിസിനസ്സിലെ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചു. ഇപ്പോൾ ഞങ്ങൾക്ക് അതുപോലത്തെ 4 കടകളുണ്ട്. അത്രമാത്രം ദൈവം ഞങ്ങളെ വളർത്തി. അപ്പോൾ ഞങ്ങളൊരു വലിയ തിരിച്ചറിവിലേക്ക് കടന്നു വന്നു. അച്ഛൻ്റെ അടുത്ത് വന്ന് ഈ കാര്യം ഞങ്ങൾ പറയുന്നത് തന്നെ, ഇനിയും ഈ ലോകത്തിൽ ദശാംശം കൊടുക്കുന്നതിലൂടെ വളരാൻ സാധിക്കും എന്ന് തിരിച്ചറിയാത്ത അനേകം പേരുണ്ട്. ദൈവത്തിന് കൊടുക്കുന്നത് നഷ്ടമല്ല എന്നും, ദൈവത്തിന് ദശാംശം കൊടുക്കുന്നത് നഷ്ടമല്ല എന്നും, ദശാംശം കൊടുക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ അനുഗ്രഹവും സമൃദ്ധമായിട്ട് ഭവനത്തിലേക്കും ജീവിതത്തിലേക്കും ബിസിനസ്സിലേക്കും കടന്നു വരും എന്നുള്ളൊരു വലിയ സത്യം ഞങ്ങൾ ആ തകർച്ചയിലൂടെ കടന്നു പോയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. ഒരുപക്ഷെ ആ തകർച്ചയിലൂടെ ഞങ്ങൾ കടന്നു പോയില്ല എങ്കിൽ, ഒരുപക്ഷെ ആ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഞങ്ങൾ പോയില്ലായിരുന്നെങ്കിൽ, ഞങ്ങളുടെ ആ ഒരു കടയും ആ ഒരു ഷോപ്പും അതിലെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ആ തകർച്ച ഒരു പുതിയ അറിവിലേക്ക് ഞങ്ങളെ നയിച്ചു.
ഞങ്ങളെ ആത്മീയ പിതാവ് സഹായിച്ചു. അതനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചു. കർത്താവിന് ഞങ്ങൾക്ക് കിട്ടുന്ന എല്ലാ സമ്പത്തിൻ്റെയും ദശാംശം കൊടുക്കാൻ തുടങ്ങി. അത് വലിയൊരു അറിവായിരുന്നു. ആ അറിവിലൂടെ ഇന്ന് ഞങ്ങൾക്ക് അതേപോലെയുള്ള 4 കടകളും അതോടൊപ്പം ഞങ്ങളുടെ ബിസിനസ്സിൽ വലിയ സമൃദ്ധിയുമാണുള്ളത്. അപ്പോൾ ഞങ്ങൾ ഈ വലിയ സത്യം ഞങ്ങളെപ്പോലെ തന്നെയുള്ള അനേകർ അറിയാൻ വേണ്ടിയാണ് അച്ഛൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യമായിട്ട് പറയുന്നതെന്ന് ആ കുടുംബം പറഞ്ഞു. അപ്പോൾ സ്നേഹമുള്ളവർ, അതൊരു വലിയ സത്യമാണ്. ഈ ലോകത്തിൽ അനേകം ബിസിനസ്സുകാരും അല്ലെങ്കിൽ ഈ ലോകത്തിൽ അനേകം പേർക്കും തിരിച്ചറിയാനാകാത്തൊരു സത്യമാണ് ദൈവത്തിന് ദൈവികമായ കാര്യങ്ങൾക്ക് ദശാംശം കൊടുക്കുന്നതിലൂടെ കർത്താവിൻ്റെ സംരക്ഷണവും കർത്താവിൻ്റെ വളർച്ചയും തങ്ങളുടെ ജീവിതത്തിനും കുടുംബത്തിനും ലഭിക്കുമെന്നുള്ള സത്യം. ആ കുടുംബം തന്നെ പറയുകയായിരുന്നു വെച്ചാൽ, ആദ്യ നാളുകളിൽ ദശാംശമായിട്ട് 500 രൂപയൊക്കെ മാറ്റിവെക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. കാരണം മറുവശത്ത് വലിയ കടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ ഞങ്ങൾ ആത്മീയ പിതാവിൻ്റെ വാക്കുകൾ കേട്ട് അപ്രകാരം മാറ്റിവെച്ചപ്പോൾ ഇന്ന് ദൈവം ഞങ്ങൾ ഇത്രമാത്രം അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് ഇന്ന് ആ ഒരു കടയുടെ സ്ഥാനത്ത് 4 കടകളുണ്ട്. അതോടൊപ്പം വലിയ സന്തോഷത്തിലൂടെ സമൃദ്ധിയിലൂടെ ഞങ്ങളുടെ ബിസിനസ് കടന്നു പോവുകയും. അപ്പോൾ സ്നേഹമുള്ളവരെ, അതൊരു പുതിയ അറിവായിരുന്നു. ഒരു തകർച്ചയിലൂടെ, ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോഴാണ് ദൈവം അവർക്കൊരു പുതിയ അറിവും പുതിയ കൃപകളും അവരുടെ ജീവിതത്തിലേക്ക് വർഷിച്ചത്. അപ്പോൾ അതാണ് വചനത്തിൻ്റെ അർത്ഥം. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഇടയൻ നിൻ്റെ കൂടെയുണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ടതില്ല. കാരണം ഇടയൻ നിന്നെ ഒരു പുതിയ മേച്ചിൽ സ്ഥലത്തിലേക്ക് നയിക്കുകയാണ്. അതിലൂടെ നിനക്ക് പുതിയ പാഠങ്ങൾ പഠിക്കാൻ സാധിക്കും. അതോടൊപ്പം പുതിയൊരു കൃപയിലേക്ക്, അഭിഷേകത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും. അതാണ് കർത്താവ് ഈ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധം ആഴപ്പെടുന്ന സമയമാണ്. ഈ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധം ആഴപ്പെടുന്ന സമയമാണ്. കാരണം ഈ മേച്ചിൽ സ്ഥലങ്ങളിൽ പുല്ലുകൾ നിറഞ്ഞു നിൽക്കുന്ന പുൽമേടുകളിലൊക്കെ എത്തുമ്പോൾ ആടുകൾ പൊതുവെ എന്താ ചെയ്യുക? ആടുകൾ ഇടയനെ നോക്കാറില്ല. ആടുകൾ ആ പുല്ലൊക്കെ തിന്ന് ഇങ്ങനെ അവിടെ സന്തോഷിച്ച് ഉല്ലസിച്ച് ഇങ്ങനെ നടക്കും. എന്നാൽ ഈ ഇങ്ങനെ ഉല്ലസിച്ച് ചിന്നിച്ചിതറി ഇടയനിൽ നിന്ന് അകന്നു പോകുന്ന ഈ ആടുകൾ, അവ ആ പുൽമേടുകളിലെ പുല്ലൊക്കെ തീർന്ന് അടുത്ത ഒരു പുൽമേട് അല്ലെങ്കിൽ അടുത്തൊരു കുന്നിൻ പുറത്തേക്ക് പോകുമ്പോൾ ഈ ആടുകൾ ഈ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ വന്യജീവികൾ ഒളിച്ചിരിപ്പുണ്ട്. അവിടെ നല്ല ഇരുട്ടാണ്. അവിടെ എപ്പോൾ വേണമെങ്കിലും മരണത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്, മരണത്തിൻ്റെ ഗന്ധമുണ്ട്. വന്യജീവികൾ വന്ന് ആക്രമിക്കാം, പിടിക്കാം, എന്തു വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എന്താണ് ഈ ആടുകൾ ചെയ്യുന്നത്? ഈ താഴ്വരയിലൂടെ അടുത്ത കുന്നിൻ പുറത്തേക്ക് പോകുമ്പോൾ, ഈ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ ഈ ആടുകൾ ചെയ്യുന്ന കാര്യം എന്താണ്? കുന്നിൻ പുറത്ത് ചിതറിപ്പോയിരുന്ന ആടുകളെല്ലാം ഇടയനോട് പറ്റിച്ചേർന്ന് നടക്കുന്ന സമയമാണിത്. ഇടയനോട് പറ്റിച്ചേർന്ന്, ഇടയനെ തൊട്ട്, ഇടയനെ മുട്ടി, ഇടയനോട് ചേർന്ന് നടക്കുവാൻ ആടുകൾ ആഗ്രഹിക്കുന്ന സമയമാണ് ഈ താഴ്വരയിലൂടെയുള്ള യാത്ര. അപ്പോൾ ഈ താഴ്വരയിലൂടെ നടന്നു പോകുമ്പോൾ ഈ ആടുകൾ ഒരിക്കലും ചിതറിപ്പോകാറില്ല. ഈ മരണത്തിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലും ആടുകൾ ദൂരെ പോകാറില്ല. കാരണം അവയ്ക്കറിയാം അവിടെ അപകടമുണ്ട്, അവയ്ക്കറിയാം അവിടെ വന്യജീവികൾ ഒളിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് ഇടയനോട് ചേർന്ന് നടന്നാലേ സംരക്ഷണം ലഭിക്കുകയുള്ളൂ എന്ന് അവയ്ക്കറിയാവുന്നതുകൊണ്ട് അവ ഏറ്റവും കൂടുതൽ ഇടയനോട് ചേർന്ന് നടക്കുന്ന സമയമാണ് ഈ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നു പോകുന്ന സമയം. കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ കർത്താവ് ഈ കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 4-ാം അധ്യായം 17-18 തിരുവചനങ്ങളിൽ കർത്താവ് ഇങ്ങനെയാണ് പഠിപ്പിക്കുക. ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും, അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നതുവരെ അവൾ തൻ്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും, തൻ്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ മനോഹരമായ ദൈവം ഒരു വ്യക്തിയെ നയിക്കുന്നതിനെക്കുറിച്ച്, ദൈവം ഒരു വ്യക്തിയെ ജീവിതത്തിൽ നയിക്കുന്നതിനെക്കുറിച്ച് മനോഹരമായ വചനത്തിലൂടെ എഴുതിയിരിക്കുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 4-ാം അധ്യായം 17-18 വചനങ്ങളാണ് നമ്മൾ വായിച്ചത്. ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും, അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നതുവരെ അവൾ തൻ്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും, തൻ്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? അടുത്ത വചനം പറയുകയാണ്, 18-ാമത്തെ വചനം പറയുകയാണ്, അതിനുശേഷം അവൾ നേർവഴി കാട്ടി
അവനെ ആനന്ദിപ്പിക്കുകയും അവന് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുകളുടെ ഒരു പ്രത്യേകത നമ്മൾ ഇവിടെ വചനത്തിലൂടെ മനസ്സിലാക്കുകയാണ്. ആദ്യം ചില കഷ്ടതകളിലൂടെ, ചില ക്ലേശങ്ങളിലൂടെയൊക്കെ കടത്തിവിട്ട് അവനിൽ ഭയമുളവാക്കി അതിനുശേഷം തൻ്റെ ശിക്ഷണത്താൽ നേർവഴിക്ക് അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്ത്, നേർവഴി കാട്ടിക്കൊടുത്ത് ദൈവം തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്ത് അനുഗ്രഹിക്കുമെന്ന് വചനത്തിലൂടെ നമ്മൾ വായിക്കുകയാണ്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിലും, സങ്കീർത്തന പുസ്തകം അധ്യായം 119 71 തിരുവചനത്തിലും സങ്കീർത്തകൻ ഇങ്ങനെയാണ് പറയുക: ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, കാരണം ഞാൻ ദൈവത്തിൻ്റെ ചട്ടങ്ങൾ പഠിച്ചു. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, കാരണം ഞാൻ ദൈവത്തിൻ്റെ ചട്ടങ്ങൾ പഠിച്ചു. വാസ്തവത്തിൽ പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാനാകാത്ത ഒരു വചനമാണത്. ദുരിതങ്ങൾ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഉപകാരമായി തീരുന്നത്? ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, തകർച്ചകൾ, രോഗങ്ങൾ, ഇവ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉപകാരമായി തീരുന്നത്? എന്നാൽ സങ്കീർത്തകൻ പറയുകയാണ്, ഒരു ആത്മീയ രഹസ്യമാണ് സങ്കീർത്തകൻ പറയുന്നത്, ദുരിതങ്ങൾ ഉപകാരമായി മാറും. ജീവിതത്തിലെ ദുരിതങ്ങൾ ചിലപ്പോൾ ഉപകാരമായി മാറും. കാരണം ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് പലപ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനും, ദൈവത്തിൽ നിന്ന് അകന്നിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് ചിന്തിക്കാനും, ദൈവത്തിൻ്റെ കൽപ്പനകൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് ചിന്തിക്കാനും, അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ അതേക്കുറിച്ച് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നത് ദുരിതങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ, തകർച്ചകളിലൂടെ, രോഗങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ. ഈ ഇടയനും ആടും തമ്മിലുള്ള ബന്ധത്തിലും അവിടെയും നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം ഇതാണ്. കുന്നിൻ ചെരുവുകളിലായിരിക്കുമ്പോൾ, നല്ല പുൽമേടുകളിലായിരിക്കുമ്പോൾ, ആവശ്യത്തിന് പുല്ലുള്ളപ്പോൾ, അതോടൊപ്പം സുരക്ഷിതമാണെന്നുള്ളപ്പോൾ എന്താണ് ആടുകൾ ചെയ്യുന്നത്? അവ ഇടയനെ നോക്കാറില്ല. അവ ഈ പുൽമേടുകളിലൂടെ ഓടി നടക്കും. അവ ഈ പുല്ലും തിന്ന് രസിച്ചങ്ങനെ നടക്കും. അവ ഇടയനെക്കുറിച്ച് ചിന്തിക്കാറില്ല. അതാണ് ആടുകളുടെ പ്രകൃതി. എന്നാൽ ഈ ആടുകൾ ഈ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ അപകടമുണ്ടെന്നും അവിടെ എപ്പോൾ വേണമെങ്കിലും തങ്ങൾക്ക് അപകടം സംഭവിക്കാമെന്നും അറിവുള്ളതുകൊണ്ട്, വന്യജീവികളോട് ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് അവ ഇടയനോട് ചേർന്ന് നടക്കും, പറ്റിച്ചേർന്ന് നടക്കും. എങ്കിലേ അവയ്ക്ക് സംരക്ഷണം ലഭിക്കൂ. പറ്റിച്ചേർന്ന് നടക്കുമ്പോഴാണ് അവയ്ക്ക് വന്യജീവികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കൂ എന്ന് അവയ്ക്കറിയാം. വാസ്തവത്തിൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ്. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദുരിതങ്ങൾ നമുക്ക് ഉപകാരമായി മാറുന്ന അങ്ങനെയാണ്. ചില ദുരിതങ്ങളിലൂടെ, ചില തകർച്ചകളിലൂടെ, ചില പ്രതിസന്ധികളിലൂടെ, ചില രോഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുക. ഒരിക്കൽ ഒരു ധ്യാനത്തിനിടയിൽ ഒരു പെൺകുട്ടി അവളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം എൻ്റെ അടുത്ത് പങ്കുവയ്ക്കുകയുണ്ടായി. അവൾ ഏറെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഏറെ നാളുകൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് അങ്ങനെയൊക്കെയാണ് അവൾക്ക് ഒരു എയർ ഹോസ്റ്റസ് ആയിട്ട് ജോലി ലഭിച്ചത്. അങ്ങനെ ഏറെ നാളത്തെ അവളുടെ ആഗ്രഹമായിരുന്നു അങ്ങനെ ഫ്ലൈറ്റിൽ ജോലി ചെയ്യണം. അങ്ങനെ അവളുടെ ആഗ്രഹപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിച്ചും അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചും അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചും അവൾക്ക് ഒരു എയർ ഹോസ്റ്റസ് ആയിട്ട് ജോലി ലഭിച്ചു. എന്നാൽ എയർ ഹോസ്റ്റസായി ജോലി ലഭിച്ചു, അവിടെ പുതിയ സുഹൃത്തുക്കളെ ലഭിച്ചു, എയർപോർട്ടിലുള്ള ജീവിതം, പുതിയ സാഹചര്യങ്ങൾ, എല്ലാം അടിപൊളി കാര്യങ്ങൾ. അങ്ങനെ ആ സാഹചര്യത്തിൽ ജീവിച്ച് വന്ന് പുതിയ സുഹൃത്തുക്കളെ ലഭിച്ചു. സാവധാനം അവൾക്ക് പ്രാർത്ഥനയില്ലാതായി. സാവധാനം അവൾ ദൈവത്തിൽ നിന്ന് അകന്നു തുടങ്ങി. എയർപോർട്ടിലെ അവിടെ കടന്നു വരുന്ന ആളുകളും എയർപോർട്ടിൻ്റെ ആഡംബരവും അതിലൂടെയൊക്കെ അവൾ അങ്ങനെ ജീവിച്ച്, അങ്ങനെ ഫ്ലൈറ്റിലെ യാത്രയും ഫ്ലൈറ്റിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളും അങ്ങനെയുള്ള ജീവിതത്തിനിടയിൽ അവൾ സാവധാനം ദൈവത്തെ മറന്നു. പിന്നെ തുടർന്ന് ചില ബന്ധങ്ങളിലേക്ക് കടന്നുപോയി. അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാനും ഇടവന്നു. എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞ് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഈ കുട്ടിക്കൊരു രോഗം വരികയാണ്. അവളൊരിക്കലും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ ഒരിക്കലും അവൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു രോഗം പെട്ടെന്ന് അവൾക്ക് വരികയാണ്. ആ രോഗം അവൾക്ക് വന്നതിന് ശേഷം അത് അവളുടെ ജോലിയെ തന്നെ ബാധിക്കുകയാണ്. ആ ജോലിയിൽ തുടരാൻ സാധിക്കുമോ എന്ന് പോലും ഉറപ്പില്ല ഈ രോഗത്തോടു കൂടെ മുമ്പോട്ട് പോയാൽ. അങ്ങനെ പ്രതിസന്ധിയായി, പ്രശ്നങ്ങളായി. അങ്ങനെ വന്നപ്പോൾ ആ കുട്ടിയിൽ തീരുമാനിച്ചു ഒരു ധ്യാനം കൂടണം, കർത്താവിൻ്റെ അരികിൽ പോകണം. അങ്ങനെ അവൾ ധ്യാനത്തിന് വരികയാണ്. ധ്യാനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവളെ സ്പർശിച്ചു. ദൈവം തന്നെ എങ്ങനെയൊക്കെയാണ് നയിച്ചതെന്നും താൻ ദൈവത്തോട് എങ്ങനെയാണ് ചേർന്ന് നടന്നിരുന്നതെന്നും അന്ന് ദൈവത്തോട് ചേർന്ന് നടന്നിരുന്നപ്പോൾ കിട്ടിയ അനുഗ്രഹങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതെന്നും എല്ലാം അവൾ ഓർത്തു. അതോടൊപ്പം ദൈവത്തെ മറന്നതും, പ്രാർത്ഥന ജീവിതത്തിൽ ഇല്ലാതായതും, തെറ്റുകളിലേക്ക് പോയതും, അതോടൊപ്പം ലോകത്തിൻ്റെ ആനന്ദങ്ങൾ മുഴിയതും എല്ലാം അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അവൾക്ക് ശക്തമായ പശ്ചാത്താപമുണ്ടായി, ആഴമായ അനുതാപമുണ്ടായി. അപ്പോൾ ആ ധ്യാനത്തിനിടയിൽ
അവളതെല്ലാം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അനുദപിച്ച് കുമ്പസാരിച്ച് വലിയൊരു അഭിഷേകത്തിലേക്ക് കൃപയിലേക്ക് കടന്നു വന്നതിന് ശേഷം എൻ്റെ അടുത്ത് വന്ന് എൻ്റെ അരികിൽ പറയുകയായിരുന്നു, അച്ഛാ, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് വാസ്തവത്തിൽ ഇപ്പോൾ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇങ്ങനൊരു തകർച്ച, ഇങ്ങനൊരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ ഒരുപക്ഷെ കൂടുതൽ മോശമായ ജീവിത സാഹചര്യങ്ങളിലൂടെ, ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമായിരുന്നു. അപ്പോൾ സ്നേഹമുള്ളവരെ, അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യം. ദുരിതങ്ങൾ ചിലപ്പോഴൊക്കെ നമുക്ക് ഉപകാരമാകും. ദുരിതങ്ങൾ, രോഗങ്ങൾ, തകർച്ചകൾ നമുക്ക് ഉപകാരമാകും. കാരണം നമ്മൾ ഇടയനിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, നല്ല പുല്ല് കിട്ടുന്ന കുന്നിൻ പുറങ്ങളിൽ മേഞ്ഞു നടക്കുമ്പോൾ ഇടയനെ മറന്നിട്ടുണ്ടെങ്കിൽ, ഇടയനെ നോക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, ഈ താഴ്വരയിലൂടെ, ഈ മരണത്തിൻ്റെ നിഴൽ വീണ, മരണത്തിൻ്റെ ഗന്ധമുള്ള ഈ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇടയനെക്കുറിച്ച് ഓർക്കാനും, ഇടയൻ്റെ സംരക്ഷണം ഓർക്കാനും, ഇടയനോട് ചേർന്ന് നിൽക്കാനും നമുക്ക് സാധിക്കുക. അത് തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു അഭിഷേകമാണ്. നാശത്തിലേക്ക് പോകുന്നതിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ ഈ അനുഭവങ്ങൾക്ക് സാധിക്കും. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് സങ്കീർത്തനം 23 പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്. ഈ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ ഇടയനുമായി, എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധം ആഴപ്പെടുന്ന സമയമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളൊരു കാര്യം, ഈ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര, ഈ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര എന്ന് പറയുന്നത് അത് കൂരിരുട്ട് നിറഞ്ഞ സ്ഥലമാണ്. അവിടെ ഈ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു, അതോടൊപ്പം കുറ്റിക്കാടുകളും മരങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ കൂരിരുട്ടാണ്. അവിടെ ഒന്നും വളരെ വ്യക്തമല്ല. ഈ ഇരുട്ടിലൂടെ കടന്നു പോകുമ്പോൾ ഏറെ ഒരു വശത്ത് ഭയമുണ്ട്. അതേസമയം ഈ ഇരുട്ട് ഈ മൃഗങ്ങൾക്കും ഈ ആടുകൾക്കും അതോടൊപ്പം ഇടയനും കൂടുതൽ ആരോഗ്യപ്രദമായ ഒരു സാഹചര്യവുമാണ്. പലപ്പോഴും ആ സാഹചര്യങ്ങളിലാണ് കൂടുതൽ ഈ ആടുകൾ ഫലം പുറപ്പെടുവിക്കുന്നത്. ആടുകൾ തമ്മിൽ ഇണചേരാനും അതോടൊപ്പം മറ്റുള്ള സാഹചര്യങ്ങൾ, ഒത്തിരിയേറെ ഫലം പുറപ്പെടുവിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാനും ഒക്കെ ഈ ഇരുട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ താഴ്വരയുടെ അനുഭവങ്ങളാണ് സംഭവിക്കുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതം അതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വലിയൊരു കാര്യം ഇതാണ്. ചില ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ, ചില തകർച്ചകൾ, അല്ലെങ്കിൽ ചില രോഗങ്ങൾ, അല്ലെങ്കിൽ ഈ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കുമ്പോഴാണ് ചിലർ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന സമയമാണിത്. ജീവിതത്തിൽ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന സമയമാണിത്. നമ്മൾ പൗലോസിൻ്റെ ജീവിതത്തിലൂടെയൊക്കെ കടന്നു പോയാൽ നമുക്ക് മനസ്സിലാകുന്ന വലിയൊരു സത്യമുണ്ട്. പൗലോസിൻ്റെ ലേഖനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു വലിയ സത്യം, പൗലോസിൻ്റെ ഏറ്റവും ശക്തമായ ചില ലേഖനങ്ങൾ, ഫിലിപ്പിയർക്ക് എഴുതിയത്, എഫേസുസുകാർക്ക് എഴുതിയ ചില ലേഖനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആ ലേഖനങ്ങൾ വളരെ ശക്തമായിരിക്കുന്നതിന് കാരണം പൗലോസ് ജയിലിൽ കിടക്കുമ്പോഴാണ് ഈ ലേഖനം എഴുതിയത്. ജയിലിൽ കിടക്കുമ്പോൾ പ്രത്യാശിക്കാൻ ഒന്നുമില്ല, ഇനി അവിടെ നിന്ന് രക്ഷപ്പെടുമോ എന്നറിയില്ല, ചിലപ്പോൾ അവിടെ കിടന്ന് മരിച്ചു പോകാം, ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളിലായിരിക്കുന്ന അവസ്ഥയിലാണ് പൗലോസ് വളരെ ശക്തമായിട്ടുള്ള ലേഖനങ്ങൾ എഴുതുന്നത്. ഒരു പക്ഷേ സ്നേഹമുള്ളവരെ, പൗലോസിൻ്റെ ജീവിതത്തിലും കഷ്ടതകളിലൂടെ, പ്രതിസന്ധികളിലൂടെ, തകർച്ചകളിലൂടെ കടന്നു പോയപ്പോഴാണ് പൗലോസ് കൂടുതൽ ശക്തമായ ലേഖനങ്ങൾ എഴുതി തൻ്റെ മക്കളെ അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാരെ അല്ലെങ്കിൽ യേശുവിൽ കൂടുതൽ ആഴപ്പെടുത്താനും വളർത്താനും പൗലോസിന് സാധിച്ചു. അപ്പോൾ ഈ വചനഭാഗം നമുക്ക് തരുന്ന മൂന്നാമത്തെ സന്ദേശം ഇതാണ്. നമുക്ക് കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്ന സമയമാണ് ഈ ഇരുട്ട് അല്ലെങ്കിൽ ഈ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയുടെ അനുഭവങ്ങളെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഒരു നിമിഷം കണ്ണുകളടച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നല്ല ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണല്ലോ സങ്കീർത്തനം 23 ദൈവം സംസാരിക്കുന്നത്. കർത്താവെ, അങ്ങനെ ആ ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിലുണ്ടാകുന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ, ആത്മീയമായിട്ടുള്ള സമൃദ്ധി, കർത്താവ് അത് തിരിച്ചറിയുവാനുള്ള ജ്ഞാനം ഞങ്ങൾക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഇടയനായ യേശുവിനോടൊപ്പം ഞങ്ങളും യാത്ര ചെയ്യുമ്പോൾ ജീവിതത്തിൽ ചില മരണത്തിൻ്റെ നിഴൽ വീണ അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അത് ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും കാരണമാകുമെന്ന് തിരിച്ചറിയാനുള്ള ഒരു പുതിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഒന്നാമതായിട്ട് ദൈവം പരിശുദ്ധാത്മാവിലൂടെ നമ്മോട് സംസാരിക്കുന്ന ഒരു കാര്യം ഇതാണ്. ചില അനുഭവങ്ങളിലൂടെ, ചില തകർച്ചകളിലൂടെ, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ പോകുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ തുറന്നു തരുന്നത്.
ദൈവം നമ്മളെ കൂടുതൽ വളർത്തുന്നത്. ഞാൻ ആ ബിസിനസ്സുകാരുടെ കാര്യം പറഞ്ഞതുപോലെ ഒരു തകർച്ചയിലൂടെ കടന്നു പോയപ്പോഴാണ് അവർക്ക് വലിയ സത്യം ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. ദൈവത്തിന് ദശാംശം കൊടുക്കുന്നതിലൂടെ നിനക്ക് കൂടുതൽ ഉയരാനാകും, നിൻ്റെ സമ്പത്തിന് കൂടുതൽ വളർച്ചയുണ്ടാകും. നീ ദശാംശം നൽകുമ്പോൾ നിനക്ക് നഷ്ടമല്ല സംഭവിക്കുന്നത്, നിനക്ക് നേട്ടമാണ് സംഭവിക്കുന്നത്. ഒരു കടയുണ്ടായിരുന്നവർക്ക് 4 കടകൾ ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ സമൃദ്ധി ആ കുടുംബത്തിലേക്ക് കടന്നു വന്നു. അതേ വലിയൊരു ആത്മീയ സത്യമാണ് ദൈവം പഠിപ്പിച്ചത്. അതോടൊപ്പം രണ്ടാമതായിട്ട് നമ്മൾ ഈ മരണത്തിൻ്റെ നിഴൽവീണ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതെ, ഞാൻ ആ ഹെയർ ഹോസ്റ്റസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ എല്ലാം കിട്ടിയപ്പോൾ, എല്ലാം സമൃദ്ധിയിലായിരുന്നപ്പോൾ ഇടയനെ മറന്നു. എന്നാൽ ജീവിതത്തിലൊരു രോഗം വന്നപ്പോൾ, വീണ്ടും ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇടയനെ ഓർത്തു, ഇടയനോട് ചേർന്ന് നടന്നു, ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ തിരുത്തി, വീണ്ടും ഇടയനോടത്തുള്ള ജീവിതത്തിൻ്റെ സന്തോഷത്തിലേക്ക് കടന്നു വന്നു. അതെ, ദുരിതങ്ങൾ അങ്ങനെയാണ് ഉപകാരമായി മാറുന്നത്. ദൈവത്തിൻ്റെ ചട്ടങ്ങൾ പഠിക്കാനും ദൈവത്തോട് ചേർന്ന് നിൽക്കാനും സാധിക്കുന്നു. മൂന്നാമതായിട്ട് ഇങ്ങനെയുള്ള ഇരുട്ടിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമ്മളെ ദൈവം കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നവരാക്കി മാറ്റുന്നു. അതാണ് നമ്മൾ പൗലോസ്ലീഹായുടെ ജീവിതത്തിലൂടെ പഠിക്കുന്നത്. പൗലോസ്ലീഹ ജയിലിൽ കിടക്കുമ്പോഴാണ് കൂടുതൽ ശക്തമായിട്ടുള്ള ലേഖനങ്ങൾ എഴുതിയത്. അതേ, പല ആത്മീയ വിശ്വാസികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും അവർ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നത്, കൂടുതൽ നല്ല ലേഖനങ്ങൾ എഴുതുന്നത്, നല്ല പുസ്തകങ്ങൾ എഴുതുന്നത്, കൂടുതൽ നല്ല പാട്ടുകൾ എഴുതുന്നത് എല്ലാം ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സമയം അവർ ചില പ്രതിസന്ധികളിലൂടെ, തകർച്ചകളിലൂടെ കടന്നു പോകും. കർത്താവെ, ഞങ്ങളുടെ പ്രതിസന്ധികളെ വേണ്ട വിധത്തിൽ തിരിച്ചറിയുവാനുള്ള കൃപ നൽകി ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധപ്പെടുത്തി ചിന്തിച്ച് മനസ്സിലാക്കുവാനും ആത്മീയ ജീവിതത്തിൽ ആഴപ്പെടാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊന്നു ചേർന്ന് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് നൽകിയ പൗരോഹിത്യാധികാരത്തിൽ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്.